സ്കൂളില്ലെങ്കിൽ താണ്ടെ ഈ കാണുന്ന അവസ്ഥയായിരിക്കും. ഒന്നുകിൽ എന്തെങ്കിലും ഉണ്ടാക്കി പരീക്ഷിക്കാനുള്ള അടുക്കളയിലേക്ക് വരും, അതല്ലെങ്കിൽ ഡ്രോയിങ്, പെയിന്റിങ് അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ അവളിങ്ങനെ എൻഗേജ്ഡ് ആയിട്ടിരിക്കും. ഇവൾ ഇതുവരെ ഒന്ന് വെറുതെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. ചച്ചു ഐസ്ക്രീം ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. എന്നാൽ പിന്നെ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ഐസ്ക്രീമൊക്കെ സെറ്റാക്കി ഫ്രീസറിൽ വെച്ചിട്ട് വേണം കുഞ്ഞിന് പരീക്ഷയ്ക്ക് പോകാനായിട്ട്. ഇന്ന് കാറ്റീസ് എക്സാം ആണ്. അപ്പോൾ ആളതെല്ലാം സെറ്റാക്കി വെച്ചിട്ട് എക്സാമിന് ഇപ്പം തന്നെ റെഡിയായി കഴിഞ്ഞു. ചച്ചു പൊന്നാരി എവിടെ പോവാ? എല്ലാം പഠിച്ചോ? ഫുൾ മാർക്ക് മേടിക്കുമോ? എന്നാൽ പെട്ടെന്ന് പോയി പരീക്ഷയൊക്കെ എഴുതിയിട്ട് വിജയിച്ചു വാ. ഓക്കെ, ഫുൾ മാർക്ക് വേണേ. പരീക്ഷയ്ക്ക് പോകാൻ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഒരാളിരുന്ന് വായിച്ച് നോക്കുവാണേ. ഞാനൊന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്ക് രണ്ടുപേരും എക്സാം ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഉണ്ടാക്കി വെച്ചിട്ട് പോയ ഐസ്ക്രീം എടുത്ത് തട്ടി വിടുകയാണ് ചച്ചൂസ്. കൂടെ കൂട്ടുകാരിയും ഉണ്ട്. എക്സാം കഴിഞ്ഞ് നേരെ കൂട്ടുകാരിയും കൂടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. നമ്മൾ ഭൂമിയിലുള്ളപ്പോഴല്ലേ നമ്മുടെ മക്കളെ ആഗ്രഹങ്ങളും സന്തോഷങ്ങളും ഒക്കെ നിറവേറ്റി കൊടുക്കാൻ പറ്റൂ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. എല്ലാവരോടും സ്നേഹം മാത്രം.